ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ VFA ചലഞ്ചിന്റെ അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. VFA ചലഞ്ചിന്റെ ഡേ 2ലേക്ക് കിടക്കുകയാണ്. ഡേ 1 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ പറഞ്ഞ VFA എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടോപ്പിക്സും അതുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവുന്നു. മറ്റുള്ളവരിട്ട കമന്റുകൾ വായിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഡേ 2ലെ ടോപ്പിക്സ് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പോയിന്റ്സ് ആയിട്ടാണെങ്കിലും എന്തൊക്കെ പോയിന്റ്സ് അവിടെ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണോ അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആവും. മറ്റുള്ളവരിട്ട കമന്റ് നിങ്ങളും നല്ല രീതിയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് അറിയാത്ത പല പോയിന്റുകളും നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതായത് പുതിയ പുതിയ കമന്റുകൾ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നല്ല നല്ല കമന്റുകൾ വരും. അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പുതിയ പുതിയ പോയിന്റ്സ് വരുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോയിന്റ്സ് പറയാം. ആദ്യത്തെ ഒരു 3 കലാപങ്ങളാണ്. ഈ 3 കലാപങ്ങൾ ഒറ്റ ടോപ്പിക് ആയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒന്നാമത്തെ 3 കലാപങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഞ്ചുതെങ്ങ് കലാപം, കേരളത്തിൽ നടന്ന ആദ്യ കലാപം അല്ലെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. രണ്ടാമത്തേത് ആദ്യ സംഘടിത കലാപം എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ കലാപം. മൂന്നാമത്തേത് പഴശ്ശി കലാപം. ഓക്കെ, ഈ 3 എണ്ണം എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണെങ്കിലും വൺ വേർഡ് ആയിട്ടാണെങ്കിലും പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയ പോയിന്റ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നതെല്ലാം നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉള്ളത് കമന്റ് ചെയ്യുക. മറ്റുള്ളവരുന്ന കമന്റുകൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. പിന്നെ അടുത്തത് ജോഗ്രഫി ഭാഗത്തു നിന്നും ഉത്തര മഹാസമതലവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ ടോപ്പിക് ഏതാണ്? ഉത്തര മഹാസമതലം. മൂന്നാമത്തെ ടോപ്പിക് ആയിട്ട് വരുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സമിതി. ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഭരണഘടന എന്ന ഭാഗത്തു നിന്നും അത് നല്ല ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതിലെ ആളുകളുടെ എണ്ണം, മലയാളികളുടെ എണ്ണം, സ്ത്രീകളുടെ എണ്ണം അല്ലേ, അങ്ങനെ എല്ലാം എന്തൊക്കെ രീതിയിൽ ചോദ്യം വരാൻ ചാൻസ് ഉണ്ടോ ചോദ്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. മറ്റുള്ളവർ ഇട്ട ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോവുക. അപ്പോൾ ഡേ 3യുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.